ഏത് ഡിഗ്രി പഠിച്ചവർക്കും ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അത് അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും അത് അവൈലബിൾ ആണ്. ഡിഗ്രി നിങ്ങൾ ഏതും ആയിക്കോട്ടെ, അത് പ്രിഫറബിളി സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അനാറ്റമി ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് കവർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ നല്ലത്. അങ്ങനെയുള്ളവർക്ക് യൂഷ്വലി MSc നഴ്സിംഗ് അവിടെ വിത്ത് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങളവിടെ നാട്ടിൽ ബാച്ചിലേഴ്സ് അത് ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ബാച്ചിലേഴ്സ് ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറപ്പി ഇങ്ങനെയൊക്കെയുള്ള കോഴ്സാണ് കഴിഞ്ഞതെങ്കിൽ പോലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് നഴ്സിംഗ് ആൻഡ് വിത്ത് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആണ്. സാധാരണ ഇന്ത്യയിൽ ഒരു മാസ്റ്റേഴ്സ് നഴ്സിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാച്ചിലേഴ്സ് നഴ്സിംഗ് ചെയ്തവർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. ബട്ട് ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. അവർക്ക് ഈവൻ നിങ്ങൾ വേറെ ബാച്ചിലേഴ്സൊക്കെ ചെയ്തതാണെങ്കിൽ പോലും അവിടെ നഴ്സിംഗ് മാസ്റ്റേഴ്സ് ചെയ്യാനൊരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ ബാച്ചിലേഴ്സ് വേറെ സബ്ജക്ട്സിലാണ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ സെഷൻസ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യൂഷ്വലി അവർ മാസ്റ്റേഴ്സ് നഴ്സിംഗ് അവർ അപ്രൂവ് ചെയ്ത് തരും. സോ ഇതിൽ നമ്മുടെ SOP ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് നഴ്സിംഗ് നിങ്ങൾക്കും അവിടെ ഓസ്ട്രേലിയയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓസ്ട്രേലിയ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് രജിസ്ട്രേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് യൂഷ്വലി ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് ടെസ്റ്റ്, അത് IELTS, OET അല്ലെങ്കിൽ PTE പോലെ ഒരു എക്സാമൊക്കെ എഴുതി അത് കഴിഞ്ഞ് NCLEX RN എന്നുള്ളൊരു എക്സാം കൂടി എഴുതി കഴിഞ്ഞിട്ടാണ് യൂഷ്വലി OSCEM കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നത്. പക്ഷേ ഇത് വഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഒക്കെയും തന്നെ വേവ് ഓഫ് ചെയ്ത് കിട്ടും. അതായത് നിങ്ങൾ NCLEX RN എഴുതേണ്ടി വരുന്നില്ല, OSCE എഴുതേണ്ടി വരുന്നില്ല. ഡയറക്റ്റ് രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് നിങ്ങളുടെ ജോബ് വീക്കിലോട്ട് കയറുന്നത്. ഇനി രജിസ്റ്റേർഡ് നേഴ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR ആപ്ലിക്കേഷനൊക്കെയും ഫയൽ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതുവഴി കിട്ടുന്നുണ്ട്. കോഴ്സ് നെയിം യൂഷ്വലി വരുന്നത് മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് ഗ്രാജുവേറ്റ് എൻട്രി എന്നാണ്. യൂണിവേഴ്സിറ്റീസ് എഡിത്ത് കോവിൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, ടേൺ ക്രോസ് യൂണിവേഴ്സിറ്റി ഒക്കെയാണ് കുറച്ച് യൂണിവേഴ്സിറ്റീസ്. ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ്. ജാനും ഫെബും ഒക്കെയാണ് യൂഷ്വലി അവരുടെ ആ ഒരു എൻട്രി ടൈം വരുന്നത്. 2 year പ്രോഗ്രാമാണ്. ഇനി ഇതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ബാച്ചിലേഴ്സ് അത് ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും അത് ഓക്കെയാണ്. സോ GPA യൂഷ്വലി ഒരു 5 ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. IELTSന് ഇൻഡിവിജ്വൽ 7, OETക്ക് ഇൻഡിവിജ്വൽ B, PTEക്ക് ഇൻഡിവിജ്വൽ 65 ഇതൊക്കെയാണ് അതിൻ്റെ സ്കോർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കോഴ്സിനകത്ത് അവർ യൂഷ്വലി പഠിപ്പിക്കുന്നത് ബോത്ത് തിയറി ആസ് വെൽ ആസ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെയും തന്നെ കാണും. നിങ്ങൾ ഈ പോർഷൻസ് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നഴ്സിംഗ് ബാച്ചിലേഴ്സിനൊക്കെയും പഠിക്കുന്ന പോർഷൻസ് കുറച്ചുകൂടെ എക്സ്ട്രാ അവരിതിനകത്ത് കവർ ചെയ്ത് തരും. ഫീസ് യൂഷ്വലി വരുന്നത് ഒരു $33,800 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് തൊട്ട് സ്റ്റാർട്ടിങ് ഫീസ് വരുന്നുണ്ട്. സ്കോളർഷിപ്പ് എഡിത്ത് കോവിൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി $50,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. സൗത്ത് ക്രോസ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് നിയർലി $25,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ഒക്കെയും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ തന്നെ ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓസ്ട്രേലിയൻ മാസ്റ്റേഴ്സ് നഴ്സിംഗ് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അതും നഴ്സിംഗ് കഴിഞ്ഞവർക്കും ഇതുപോലെ മാസ്റ്റേഴ്സ് നഴ്സിംഗ് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ OET സ്കോർ വച്ചിട്ട് പോലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് നഴ്സിംഗ് ഓസ്ട്രേലിയയിൽ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു. MedCity International Academy. Trusted hands forever.